അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. Two insulated charged copper spheres A and B have their centers separated by a distance 50 cm. രണ്ട് സ്ഫിയർ ഉണ്ട്, എയും ബിയും. അവരുടെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 cm. What is a mutual force of repulsion if the charge on each is 6.5 into 10⁻⁻⁷? ഈ രണ്ട് സ്ഫിയറിലെയും ചാർജ് തന്നിട്ടുണ്ട്. ഇതിലെ ചാർജ് എത്രയാ? 6.5 into 10⁻⁻⁷. ഈ സ്ഫിയറിലെ ചാർജും 6.5 into 10⁻⁻⁷ കൂളം തന്നെ. ഇനി ഇതിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 cm ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ? ഇവർ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ പറയൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. എഫ് ഈസ് ഈക്വൽ ടു പറയൂ 9 into 10⁻⁹ Q1 Q2 ഡിവൈഡഡ് ബൈ R². പിന്നെ അത് വാല്യൂ ഇട്ട് കൊടുക്കുക. എത്ര? Q1ൻ്റെ വാല്യൂ ഇതാണ് Q1, അടുത്ത് ഇതാണ് Q2, ഇനി ഇതാണ് R. ആറിൻ്റെ വാല്യൂ എത്രയാ? 50 cm എന്നുള്ളതിനെ 50 into 10⁻⁻² എന്നിടണം. അപ്പോൾ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1.5 into 10⁻⁻² ന്യൂട്ടൺ എന്ന് വരും. ഇനി അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കൂ. വാട്ട് ഈസ് എ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇഫ് ഈച്ച് സ്ഫിയർ വെയർ ചാർജ്ഡ് ഡബിൾ? ഈ ഓരോന്നിലെയും ചാർജ് ഡബിൾ ആയിരുന്നു. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം പകുതി ഹാഫ്ഡ് ആയിരുന്നു എങ്കിൽ ഫോഴ്സ് എത്ര ആയിരുന്നു തന്നെ? അപ്പോൾ പുതിയ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. പറയൂ. 1/4πε0 പറഞ്ഞോളൂ. Q1 എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിൻ്റെ എന്തായിരുന്നു? ഡബിൾ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 times Q1. അടുത്ത് Q2 എന്ന് പറയുന്നത് ഡബിൾ ആണ്, 2 times Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഹാവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 അല്ല, R/2 ആണ്. അപ്പോൾ R/2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ 2² 4 മണ്ടയിൽ വരും. അപ്പോൾ എത്രയായി? അപ്പോൾ ആൻസർ എത്രയായി? 4 മണ്ടയിൽ വന്നു. ബാക്കി ഇവിടുത്തെ 4 ഇവിടെ ഉണ്ട്. ഇനി ബാക്കി 9 into 10⁻⁹ Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്നായി. അപ്പോൾ 16 അതുപോലെ എഴുതി ഇൻറ്റു ഇതെന്താണ്? ഇത് എഫ് അല്ലേ? അപ്പോൾ 16 times എഫ് ആയി. അപ്പോൾ ഫോഴ്സ് പണ്ടുണ്ടായിരുന്ന ഫോഴ്സിൻ്റെ എത്ര ടൈംസ് ആയി? 16 times ആയിട്ട് കൂടും. അപ്പോൾ ഇതിനകത്ത് എഫിൻ്റെ വാല്യൂ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രയാസമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. വായിച്ചോ. എന്താണ്? സപ്പോസ് ദ സ്ഫിയേഴ്സ് എ ആൻഡ് ബി ഇൻ ദ എബവ് ക്വസ്റ്റ്യൻ ഹാവ് ഐഡന്റിക്കൽ സൈസസ്. ഈ രണ്ട് സ്ഫിയറും ഐഡന്റിക്കൽ ആണെന്ന് ഇരിക്കട്ടെ. A third sphere of same size but uncharged is brought in contact with the first, then brought in contact with the second, and finally removed from both. What is a new force between A and B എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോഴ് നമ്മുടെ എ ആണ് ഇത്. ഈ ഇരിക്കുന്നതാണ് എ, ഈ ഇരിക്കുന്നതാണ് ബി. രണ്ടും ഐഡന്റിക്കലാണ്. ഇപ്പോൾ രണ്ടിലും ചാർജ് ഉണ്ട്, ഈക്വൽ ചാർജാണുള്ളത്. ഓക്കെ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ഇതിലിപ്പോൾ ഒരു ചാർജ് ഉണ്ടല്ലോ, ഇതിലെ ചാർജിനെ QA എന്ന് വിളിക്കാം, ഇതിലെ ചാർജിനെ നമുക്ക് QB എന്നും വിളിക്കാം. അപ്പോൾ രണ്ടുപേരിലും ഇപ്പോൾ ചാർജ് ഉണ്ട്. ഇനി ചാർജ് ഇല്ലാത്ത സിയെ കൊണ്ടുവന്ന് എയിൽ തൊടുക. ചാർജ് ഇല്ലാത്ത സിയെ കൊണ്ടുവന്നിട്ട് എയിൽ തൊട്ടാൽ വാട്ട് ഈസ് എ ന്യൂ ചാർജ്? ന്യൂ ചാർജ് ഓൺ എ. വാട്ട് ഈസ് എ ന്യൂ ചാർജ് ഓൺ സി? നമ്മൾ രണ്ടും പഠിച്ചതാണ്. അപ്പം ഈ ചാർജ് ഇല്ലാത്തവനെ കൊണ്ടുവന്ന് ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ചാർജ് സെയിം ആവും. എത്രയാവും പുതിയ ചാർജ് കാണാൻ? 6.5 into 10⁻⁻7 + 0 ഡിവൈഡഡ് ബൈ 2 ആവും. അതായത് 6.5 into 10⁻⁻7 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര വരും? 3.25 into 10⁻⁻7 കൂളോമായിട്ട് മാറും. അപ്പം രണ്ടുപേരുടെയും ചാർജ് എത്രയാവും? 3.25 into 10⁻⁻7 കൂളോമാവും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇപ്പോഴത്തെ സിയുടെ പുതിയ ചാർജ് ഇതാണ്. ഈ ചാർജുള്ള സിയെ കൊണ്ടുവന്നിട്ട് ബിയിൽ തൊടുക. ഇപ്പം സിയെ കൊണ്ടുവന്നിട്ട് ബിയിൽ തൊടുക. ഇപ്പം സിയെ കൊണ്ടുവന്നിട്ട് ബിയിൽ തൊടുക. വാട്ട് ഈസ് എ ന്യൂ ചാർജ്? വാട്ട് ഈസ് എ ന്യൂ ചാർജ് ഓൺ ബി? ബിയിലെയും സിയിലെയും ചാർജ് സെയിം ആവൂലേ? അപ്പം ന്യൂ ചാർജ് ഓൺ സി സെയിം ആണ്. എത്ര വരും പറയൂ? ബിയിലെ ചാർജ് എത്രയാ? 6.5 into 10⁻⁻7 ആണ്. ഈ സിയിലെ ഇപ്പോഴത്തെ ചാർജ് ഇതാണ്, പ്ലസ്
3.25 into 10⁻⁻7 divided by 2 എന്ന് എടുത്താൽ പോരെ. അപ്പോൾ ആൻസർ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6.5ഉം 3.25ഉം ആഡ് ചെയ്യുക, എത്ര വരും? 9.75. അപ്പം 9.75 into 10⁻⁻7 by 2 അപ്പോൾ എത്ര വരും? 4.87 മതി. 4.875 into 10⁻⁻7 എന്ന് വരും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ബിയിലെ പുതിയ ചാർജ്. ഇനി നിങ്ങളുടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ന്യൂ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ന്യൂ ഫോഴ്സ് എത്ര? അതിനെ ഞാൻ എഫ് ഡാഷ് എന്ന് വിളിക്കാം. പറ, നിങ്ങൾ തന്നെ പറയൂ. 9 into 10⁻9 into ന്യൂ ചാർജ് ഓൺ എ into ന്യൂ ചാർജ് ഓൺ ബി ബൈ r² അല്ലേ? ഇതിൽ നിങ്ങൾ തന്നെ പറയൂ. ന്യൂ ചാർജ് ഓൺ എ എത്ര? വാട്ട് ഈസ് എ ന്യൂ ചാർജ് ഓൺ എ? ഇതായിരിക്കും. അപ്പോൾ ഇതാണ് ക്യു എ ഡാഷിൻ്റെ ആൻസർ. വാട്ട് ഈസ് എ ന്യൂ ചാർജ് ഓൺ ബി? ഇതായിരിക്കുന്നു. ഇതാണ് ചാർജ് ഓൺ ബി, ന്യൂ ചാർജ്. ഇനി ആറിൻ്റെ വാല്യൂ എത്ര? വാട്ട് ഈസ് ആർ? ആർ എത്രയെന്ന്? 50 സെൻറ്റിമീറ്റർ. 50 into 10⁻⁻2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആറിൻ്റെ വാല്യൂ. അപ്പോൾ യു വിൽ ഗെറ്റ് ദ ന്യൂ ഫോഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താണ്? Figure shows the track of 3 charged particles in a uniform electric field. Give the sign of 3 charges. Which particle has highest charge to mass ratio? അപ്പോൾ അവിടെ ഒരു യൂണിഫോം, നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്തൂടെ 3 ചാർജ്ഡ് പാർട്ടിക്കിൾ പോകുന്നതാണ് അല്ലേ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതാ പോകുന്നു, കണ്ടില്ലേ? അടുത്ത് ഇതിൻ്റെ പേരാണ് 1. അടുത്ത ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതാ പോകുന്നു, കണ്ടില്ലേ? ഇതിൻ്റെ പേരാണ് 2. അടുത്ത് മൂന്നാമത്തെ ചാർജ്ഡ് പാർട്ടിക്കിൾ പോകുന്നു, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഓക്കെ, ഇങ്ങനെ 3 ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി വിച്ച് പാർട്ടിക്കിൾ ഹാസ് ഹയസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ? ഗീവ് ദ സൈൻ ഓഫ് ദ 3 ചാർജസ്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 1ഉം 2ഉം എങ്ങോട്ടാ പോയത്? പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തോട്ടല്ലേ പോയത്? നോക്കൂ, പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്ത് പോയ സാധനങ്ങൾ ഏതായിരിക്കും? നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളായിരിക്കും. അപ്പോൾ 1ഉം 2ഉം നെഗറ്റീവ് പാർട്ടിക്കിളാണ്. 3 എന്ന് പറയുന്നത് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തല്ലേ, എപ്പോഴും പോസിറ്റീവ് പാർട്ടിക്കിളാണ്. അപ്പോൾ 1, 2 നെഗറ്റീവ് പാർട്ടിക്കിൾസ്, ഇനി 3 എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ടിക്കിൾ. കോമൺ സെൻസ് വെച്ച് ഒരാളിന് പറയാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം, പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് പോകുന്നത് പോസിറ്റീവ് പാർട്ടിക്കിളാണ്, പുഷ് ചെയ്യപ്പെടുന്നത് പോസിറ്റീവ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവൻ പോസിറ്റീവ് പാർട്ടിക്കിളാണ്. ഇനി തിരിച്ചു പോകുന്നത് നെഗറ്റീവ് പാർട്ടിക്കിളാണ്, നമ്മൾ പഠിച്ചല്ലേ. ഇനി വിച്ച് ഹാസ് മാക്സിമം ചാർജ് ടു മാസ് റേഷ്യോ? നിങ്ങൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ നോക്കിയേ, ഒയ് ഡിഫ്ലക്ഷൻ നോക്കിയേ. നമ്മൾ പറഞ്ഞല്ലേ, ഇതല്ലേ ഇവൻ്റെ ഒയ് ഡിഫ്ലക്ഷൻ. ഇവൻ്റെ കേസിൽ ഇതല്ലേ ഒയ് ഡിഫ്ലക്ഷൻ. ഇവൻ്റെ കേസിൽ ഇതല്ലേ ഒയ് ഡിഫ്ലക്ഷൻ. ഒയ് ഡിഫ്ലക്ഷൻ ഏറ്റവും കൂടുതലുള്ള ഇവനല്ലേ. ഒയ് ഡിഫ്ലക്ഷൻ ഈസ്, ഞാൻ പഠിപ്പിച്ചതാണ്, ഒയ് ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q/M വാല്യൂ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആർക്കാണ് മാക്സിമം Q/M വാല്യൂ? പാർട്ടിക്കിൾ 3ക്ക്. കാരണം ഒയ് ഡിഫ്ലക്ഷൻ ഏറ്റവും കൂടുതൽ അവനാണ്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണത്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. 14. Consider a uniform electric field E is equal to 3 into 10⁻³ I cap. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, 3 into 10⁻³ I cap. അപ്പോൾ അത് X ഡയറക്ഷനിലാണെന്ന് മനസ്സിലായി. What is the flux of this field through a square of 10 centimeter on a side whose plane is parallel to YZ plane? പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നമുക്ക് 3 ആക്സിസ് വരയ്ക്കാം. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് എൻ്റെ ഈ പെന്നാണ് Z ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് Z. ഇനി നമ്മുടെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, X ഡയറക്ഷനിലാണ്. ഇനി ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കസ്റ്റഡിയിൽ ആരുണ്ട്? ഒരു ക്യൂബ് ഉണ്ട്, സോറി സ്ക്വയർ ഉണ്ട് അല്ലേ? സ്ക്വയർ അതിൻ്റെ സൈഡ് whose plane is parallel to YZ plane. ഏതാണ് YZ plane എന്ന് പറഞ്ഞാൽ? ഇതല്ലേ YZ plane. അപ്പോൾ YZ plane എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബുക്ക് പോലെ ഇരിക്കും. ഇതല്ലേ എൻ്റെ ഈ ബുക്കിൻ്റെ ഈ എഡ്ജല്ലേ Z ആക്സിസ്. അപ്പോൾ YZ plane എന്ന് പറഞ്ഞാൽ ഈ ബുക്കിൻ്റെ പ്ലെയിൻ. അപ്പോൾ ഈ ബുക്കിൻ്റെ പ്ലെയിൻ, അപ്പോൾ കണ്ടേ ഇവിടെ എൻ്റെ ഈ ബുക്കാണ് YZ plane. YZ പ്ലെയിനിന്
പാരലായിട്ട് ആരിരിപ്പുണ്ട്, ഒരു സ്ക്വയർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ബുക്കാണ് ഒരു സ്ക്വയർ എന്ന് വെച്ചോളൂ. സ്ക്വയർ OZ പ്ലെയിനിന് പാരലാണ്. അത് നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ ഇറ്റ്? അതിൽ കൂടെ ഉള്ള ഫ്ലക്സ് എത്ര? നിങ്ങൾ പറയൂ, ഇതിലെ ഫ്ലക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലെ ഫ്ലക്സ് എത്ര? ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ E.ΔS, ശരിയല്ലേ? E.ΔS. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഇവിടെ ഏരിയ വെക്ടർ എടുത്താൽ അതും അങ്ങോട്ടാണ്. അപ്പൊ രണ്ടും അങ്ങോട്ടാണ് അല്ലേ? അപ്പൊ എന്ത് പറയൂ, E.ΔS. E എത്രയാ? 3 × 10⁻³ I ക്യാപ്. അങ്ങോട്ടല്ലേ? ഡോട്ട് പറയൂ. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും സുഖം. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ അല്ലേ? ഒരു സൈഡ് എത്രയാ? ഒരു സൈഡ് 10 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ സൈഡ് സ്ക്വയർ. അപ്പൊ 10 × 10⁻² സ്ക്വയർ, സൈഡ് സ്ക്വയർ. ഏരിയ ആയി. ഇനി അതിന്റെ ഡയറക്ഷൻ പറയൂ. അതും അങ്ങോട്ടാണ്, അതും I ക്യാപ്. ഇനി നിങ്ങൾ പറയൂ നമ്പേഴ്സ്. 3 × 10⁻³ അടുത്ത ഇൻറ്റു 10 × 10⁻². ഇതെന്ന് പറഞ്ഞാൽ 10⁻⁻1 അല്ലേ? അതിന്റെ സ്ക്വയർ 10⁻². ഇനി I.I എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ആൻസർ എത്രയായി? 3 × 10 എത്ര? 30 എന്നായില്ലേ? അപ്പൊ ഫ്ലക്സിന്റെ വാല്യൂ എത്ര? 30. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഇനി OZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബുക്കാണ്. അപ്പൊ ഇതൊരു സ്ക്വയർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ സ്ക്വയറിൽ കൂടെ ഉള്ള ഫ്ലക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ E.ΔS എന്നാണ്. അപ്പൊ ഇവിടുത്തെ E എന്ന് പറയുന്നത് 3 × 10⁻³ I ക്യാപ്, അതായത് അങ്ങോട്ടാണ്. ഇനി ഏരിയ വെക്ടർ, ഇവിടുത്തെ ഏരിയ എടുത്താൽ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏരിയ എത്ര? സൈഡ് സ്ക്വയർ 10 × 10⁻²ന്റെ സ്ക്വയർ. അത് എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. അപ്പോൾ ഏരിയ വെക്ടർ അങ്ങോട്ട്. ഇനി നമ്മൾ ഈ നമ്പർ ഇൻറ്റു ആ നമ്പർ എടുത്തു. ഇനി I.I എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആൻസർ 30 എന്ന് കിട്ടി. യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം. യൂണിറ്റ് അവിടെ ഇട്ടോണം, മറന്നു വരുത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫ്ലക്സ് ഓഫ് ദിസ് ഫീൽഡ് ത്രൂ the same square if the normal to the plane makes 60° with x-axis? എന്താണ്? നമ്മുടെ ഇതേ സ്ക്വയർ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഇവിടുത്തെ ഈ നോർമല് x-ആക്സിസുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, 60 ഡിഗ്രിയിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് എ ഫ്ലക്സ്? ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ പറയും. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E.ΔS എന്ന് പറഞ്ഞാൽ E.ΔS cos θ. സംശയമൊന്നുമില്ല. ഈയുടെ വാല്യൂ എത്ര? ഇനി വാല്യൂ അങ്ങോട്ട് കൊടുത്താൽ മതി. ഈയുടെ വാല്യൂ എത്ര? 3 × 10⁻³. ഇവിടുത്തെ ഏരിയ എത്രയായിരുന്നു? സൈഡ് സ്ക്വയർ. അപ്പോൾ 10 × 10⁻²ന്റെ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എത്രയാ? എത്ര എന്നാണ് പറയുന്നത്? കോസ് 60 ഡിഗ്രി എന്നല്ലേ? അപ്പോൾ കോസ് 60. അപ്പോൾ ആൻസർ എത്ര വരും? 3 × 10⁻³ ഇൻറ്റു ഇത് 10⁻⁻1ന്റെ സ്ക്വയർ 10⁻². കോസ് 60 എന്ന് പറഞ്ഞാൽ sin 30 ഈക്വൽ. അപ്പോൾ 1/2 കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഇത് രണ്ടും കൂടെ 1.5, അപ്പോൾ 15 എന്ന് വരും. അപ്പോൾ ആൻസർ 15 എന്ന് വരും. ബുദ്ധിമുട്ടില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 വായിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 15 പെട്ടെന്ന് വായിക്കൂ. Question number 15. What is the net flux of uniform electric field of the above problem through a cube of a side 20 centimeter oriented so that its faces are parallel to coordinate planes? നമ്മുടെ ഇതേ പ്രോബ്ലം തന്നെ ഞാൻ ആക്സിസ് വരയ്ക്കാം. എക്സ്, വൈ, ഇത് ഇസഡ്. ഇനി നമ്മളിവിടെ ഒരു ക്യൂബ് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യൂബിൽ കൂടെ ഉള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? 3 × 10⁻³ അല്ലേ? 3 × 10⁻³ ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. അത് I ക്യാപ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ അങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇതേപോലെ ഒരു ക്യൂബ് വെച്ചാൽ വാട്ട് ഈസ് എ ടോട്ടൽ ഫ്ലക്സ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിമ്പിളാണ് സാധനം, നോക്കിക്കോളൂ. ഇവിടെ
ക്യൂബ് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ക്യൂബ് ഇവിടെ ഇരിക്കുകയാണ്. ക്യൂബ് ഇവിടെ ഇരുന്നാൽ ക്യൂബിൻ്റെ ഈ ഫേസ് നോക്കും, ഈ ഫേസ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഇവിടുത്തെ ഏരിയ വെക്ടർ എടുത്താലും അങ്ങോട്ടാണ്. അപ്പം ഇവിടുത്തെ ഫ്ലക്സ് എത്രയാ? ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡോട്ട് എന്തെന്ന് വരും? ഇവിടുത്തെ ഫ്ലക്സ് ആണ്. ഇവിടുത്തെ ഫ്ലക്സ് ഈ ഷെയ്ഡഡ് പോർഷനിലെ ഷെയ്ഡഡ് സർഫസ് ഷെയ്ഡഡ് ഫേസിലെ ഫ്ലക്സ് എത്രയാ? ഫ്ലക്സ് അറ്റ് ഷെയ്ഡഡ് ഫേസ് എത്ര വരും? ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇ ഡെൽറ്റ എസ് കോസ് 0. അപ്പോൾ ഇ ഡെൽറ്റ എസ് എന്ന് വരും. ഇയുടെ വാല്യൂ ഇടണം, ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഇടണം. ഇയുടെ വാല്യൂ ഇതായിരിക്കുന്നു. ഏരിയ എത്ര? 10 × 10⁻²ൻ്റെ സ്ക്വയർ. അപ്പോൾ ഏരിയ വെക്ടറായി. ഇനി അടുത്ത ഫ്ലക്സ് ഇതാ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഫേസ് ഫ്ലക്സ് അറ്റ് ഡോട്ടഡ് ഫേസ്. ആ ഡോട്ടഡ് ഫേസിലുള്ള ഫ്ലക്സ് എന്താണ് ഇക്വേഷൻ? ഇവിടെ ഈ ഫേസ് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടല്ലേ, ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഈ ഡെൽറ്റ എസിൻ്റെ ഇവിടേക്കുള്ള ആംഗിൾ എത്ര? 180 അല്ലേ. അപ്പോൾ ഫ്ലക്സ് എത്ര വരും? ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇ ഡെൽറ്റ എസ് കോസ് 180 അല്ലേ. അപ്പോൾ ഇ ഡെൽറ്റ എസ് ഇൻറ്റു കോസ് 180 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ആൻസർ -ഇ ഡെൽറ്റ എസ് എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എത്ര? -ഇ ഡെൽറ്റ എസ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്, പക്ഷേ ഏരിയ വെക്ടർ ഇവിടുത്തെ എടുത്തു കഴിഞ്ഞാൽ ഏരിയ വെക്ടർ ഇങ്ങോട്ട് വരും. ഇനി ബാക്കി ഫേസിൽ ഈ ഫ്രണ്ടിലെ ഫേസ് പറയും, ഇവിടെ ഏരിയ വെക്ടർ ഇങ്ങനെയല്ലേ വരൂ, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ ഈ ഡെൽറ്റ എസിനോടേക്കുള്ള ആംഗിൾ 90, അപ്പോൾ ഫ്ലക്സ് 0. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലാണെങ്കിൽ ഏരിയ വെക്ടർ അങ്ങോട്ട് വരും, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ, ആംഗിൾ 90, അപ്പോൾ ഫ്ലക്സ് 0. ഇനി ഇവിടുത്തെ ഈ മേളിലുള്ള ഈ സർഫസ് എടുത്താലോ, ഈ ഫേസ് എടുത്താലോ, ഏരിയ വെക്ടർ മേലോട്ട്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, ആംഗിൾ ബിറ്റ്വീൻ ദം 90, അപ്പോൾ ഫ്ലക്സ് എത്ര? 0. ഇനി താഴെ അത് തന്നെ, ഏരിയ വെക്ടർ താഴോട്ട്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, അപ്പോൾ ഫ്ലക്സ് എത്ര വരും? 0. ആംഗിൾ 90, ഫ്ലക്സ് 0. അപ്പോൾ ബാക്കി ഫേസുകളിലൊന്നും ഫ്ലക്സ് ഇല്ല. ഇവിടെ ഫ്ലക്സ് ഉണ്ട്, ഇവിടെ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ ടോട്ടൽ ഫ്ലക്സ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇ ഡെൽറ്റ എസും -ഇ ഡെൽറ്റ എസും കൂടെ ആഡ് ചെയ്താൽ വാട്ട് ഈസ് എ ടോട്ടൽ ഫ്ലക്സ്? 0. ശ്രദ്ധിച്ചോണം, സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിന് കിട്ടുന്ന മാർക്ക് അതായി പോവും. അപ്പോൾ വാട്ട് ഈസ് എ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്? ഇറ്റ് ഈസ് 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എൻ്ററിങ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ലീവിങ്. അപ്പോൾ ഇവിടെ കൂടെ ഫീൽഡ് ലൈൻസ് കയറുന്നു, ഇവിടെ കൂടെ ഫീൽഡ് ലൈൻസ് ഇറങ്ങുന്നു. അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും പറയാം, പക്ഷേ മാത്തമെറ്റിക്കലി ഇത് തന്നെയാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത 16 വായിക്കൂ. Careful measurement of electric field at the surface of a black box indicates that net outward flux through the surface of the box is 8 × 10⁻³ Newton meter square per coulomb. ബ്ലാക്ക് ബോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്ലൈറ്റിലൊക്കെ ഉള്ള സാധനം അല്ലേ, ഇപ്പോൾ ഡേഞ്ചറസ് സിറ്റുവേഷനിലൊക്കെ എങ്ങനെ അപകടം ഉണ്ടായി എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ ബ്ലാക്ക് ബോക്സിൻ്റെ കളർ എന്താണ്? ഓറഞ്ചാണ്. ഓർത്ത് വെച്ചാണ്, ബ്ലാക്ക് ബോക്സിൻ്റെ കളർ ഓറഞ്ചാണ്. ഇനി ബ്ലാക്ക് ബോക്സിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് 8 × 10⁻³ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫ്ലക്സ് ഇൻസൈഡ് ദ ബോക്സ്? വാട്ട് ഈസ് എ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ്? ഇതിലെ ചാർജ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് സംഭവം. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് തന്നിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ഫീൽഡ് അല്ല, നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് തന്നിട്ടുണ്ട്, ചാർജ് എത്രയെന്ന്. അയ്യേ, ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. 1/ε0 × Q എന്നല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് Q എങ്ങനെ കാണും? Q ഈസ് ഈക്വൽ ടു 5 × ε0. 5യുടെ വാല്യൂ എത്ര? 8 × 10⁻³ ε0 8.85 × 10⁻⁻12 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ക്യൂവിൻ്റെ ആൻസർ കിട്ടും. ഇനി ഇഫ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈ 0, ക്യാൻ യു കൺക്ലൂഡ് ദാറ്റ് ദർ വെർ നോ ചാർജ് ഇൻസൈഡ് ദ ബോക്സ്? ഫ്ലക്സ്, ബോക്സിൽ നിന്ന് ഫ്ലക്സേ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് ചാർജ് ഇല്ല എന്ന് പറയാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ പറയാൻ പറ്റുമോ? ബോക്സിൻ്റെ അകത്ത് 10 പോസിറ്റീവും 10 നെഗറ്റീവും ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയാവും? ടോട്ടൽ ചാർജ് 0 അല്ലേ. അപ്പോൾ ചാർജ് 0 ആണ്. അപ്പോൾ അവിടെ നിന്ന് ഫ്ലക്സ് വരുമോ? ഇല്ല. അപ്പോൾ ഫ്ലക്സ് 0 വന്നെന്ന് വിചാരിച്ച് എന്താണ്, ചാർജ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ചാർജ് ഉണ്ട്, പക്ഷെ ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ ഫ്ലക്സ് 0 വന്നാൽ ബോക്സിൻ്റെ അകത്ത് ചാർജ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
The box may contain equal number of positive and negative charge with the total number of charge equal to 0. Total charge equal to 0. അടുത്തത് 17 വായിക്കൂ. വായിച്ചോ. A point charge 10 microcoulomb is at a distance 5 cm directly above the center of a square of side 10 cm as in figure. What is a flux through the square? Hint തന്നിട്ടുണ്ട്. Think of the square as one face എന്നാണ്. ഫാക്ട് എന്നല്ല, one face of a cube with edge 10 cm. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം എന്താണ്. നമ്മുടെ ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതാണ് സ്ക്വയർ. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 10 cm ആണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ഇതാ. ഈ സെൻറ്ററിൽ നിന്ന് ഒരു 5 cm ദൂരെ, ഒരു 5 cm ദൂരെ ഒരു ചാർജിനെ വെച്ചിരിക്കുന്നു, പ്ലസ് ക്യൂവിനെ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ ദിസ്? ഈ ഫേസിൽ കൂടെ, ഈ സ്ക്വയറിൽ കൂടെ എത്ര ഫ്ലക്സ് വരും? നമ്മൾ ആ ചാപ്റ്റർ എൻഡ് ചെയ്യുന്ന ആ സമയത്ത് കുറേ സംഭവങ്ങൾ പറഞ്ഞാണ്. ഇതിവിടെ സിമ്മട്രിക് ആയിട്ടല്ല ഇരിക്കുന്നത്. ഈ സാധനം ഇവിടെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് മേലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ സിമ്മട്രിക് ആക്കും? ഇതിപ്പോൾ ഇവിടെയല്ലേ ഇരിക്കുന്നത്. അപ്പം ഇതേപോലെ പാരലായിട്ട് അപ്പം നമ്മളൊരു ക്യൂബിനെ അങ്ങോട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യാണ്. നോക്കിക്കോളൂ, ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാണ്. കണ്ടോ, ഒരു ക്യൂബ് കൺസിഡർ ചെയ്തു. നിങ്ങൾ നോക്ക്, ഈ ക്യൂബിൻ്റെ സെൻട്രലായില്ലേ ഇപ്പം നമ്മുടെ ചാർജ് ഇരിക്കുന്നത്? ഈ ക്യൂബിൻ്റെ സെൻട്രലായില്ലേ നമ്മുടെ ചാർജ്? ഇപ്പം നോക്ക്, ഇപ്പം സിമ്മട്രിക് അല്ലേ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ടോട്ടൽ ഫ്ലക്സ് എത്ര വരും? ഈ ക്യൂബിൽ കൂടെ വരുന്ന ടോട്ടൽ ഫ്ലക്സ് എത്ര വരും? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 × Q ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫേസിൽ എത്ര വരും? അതിൻ്റെ 1/6 അല്ലേ, കാരണം 6 ഫേസ് അല്ലേ ഉള്ളേ. അപ്പോൾ ഫ്ലക്സ് ത്രൂ 1 ഫേസ്. ഒരു ഫേസിലെ ഫ്ലക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? 1/6 ഓഫ് Q/ε0. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ ചാർജ് ഇരുന്നാൽ വാട്ട് ഈസ് എ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്യൂബ്? ഇറ്റ് ഈസ് Q/ε0. അങ്ങനെയാണെങ്കിൽ ദിസ് ഹാസ് 6 ഫേസസ്. അപ്പോൾ വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ 1 ഫേസ്? 1/6 ഓഫ് ദാറ്റ്. ബുദ്ധിമുട്ടില്ല? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. A point charge 2 × 10⁻² microcoulomb is at the center of a cubical Gaussian surface 9 cm on edge. What is the net flux through the surface? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഒരു എന്താണ് ക്യൂബ്, ഒരു ക്യൂബ് ഇതായിരിക്കുന്നു. നോക്കൂ, ഒരു ക്യൂബാണ് ഇരിക്കുന്നത്. ഒരു ക്യൂബ് ഇതിൻ്റെ എവിടെയാണ്? സെൻറ്ററിലായിട്ട് ഒരു ചാർജ് ഇരിക്കുന്നു. 2 × 10⁻6 ഇരുന്നാൽ ഇതിൻ്റെ ഒരു സൈഡ് 9 cm ആണ്. വാട്ട് ഈസ് ഫ്ലക്സ് ത്രൂ ദ സർഫസ്? ഇതിൽ കൂടെ ഉള്ള ഫ്ലക്സ് എത്രയാണ്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1/ε0 × Q. ക്യൂവിൻ്റെ വാല്യൂ എത്ര? 2 × 10⁻6. ε0യുടെ വാല്യൂ 8.85 × 10⁻12. കാൽക്കുലേറ്റ് ചെയ്യുക. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ വായിക്കൂ. A point charge causes an electric flux -1 × 10⁻³ to pass through a spherical Gaussian surface 10 cm radius at the center. ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് ഇരിപ്പുണ്ട്. എത്രയാ അവിടെ ഇരിക്കുന്ന ചാർജ്? ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 10 cm. അപ്പം 10 × 10⁻². ഇതിൻ്റെ ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്, Q. ഇനി നിങ്ങളുടെ ഇവിടെ വരുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് -1 × 10⁻³ ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഇതിൻ്റെ ഡബിൾ ചെയ്താൽ ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ? അപ്പോൾ ഇപ്പം ഇതിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു ചാർജ് ഇരുന്നാൽ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫ്ലക്സ് ആണിത്. ഓക്കെ, ഫ്ലക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇരിക്കുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് എന്നർത്ഥം.
അപ്പോൾ അകത്തിരിക്കുന്ന ചാർജ് നെഗറ്റീവ്. ഇനി നിങ്ങളത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ റേഡിയസ് ഡബിൾ ആയാൽ ഫ്ലക്സ് എത്ര വരുമെന്ന്. ഫ്ലക്സ് കാണാൻ ഇക്വേഷൻ എന്താ? 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നല്ലേ. ഇതിനകത്ത് റേഡിയസ് ഒന്നും വരുന്നില്ലല്ലോ, സൈസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ റേഡിയസ് ഡബിൾ ആയാലും ഫ്ലക്സിന്റെ വാല്യൂ റിമൈൻസ് സെയിം. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ പോയിന്റ് ചാർജ്? ഇവിടുത്തെ ഈ ചാർജിന്റെ വാല്യൂ എത്ര വരുമെന്ന് നിങ്ങൾ തന്നെ പറയൂ. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിനകത്തുനിന്ന് വാട്ട് ഈസ് ദ ചാർജ് എൻക്ലോസ്ഡ് നിങ്ങൾ പറയൂ. ക്രോസ് ചെയ്തിട്ട് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു ε0. ഫ്ലക്സിന്റെ വാല്യൂ -1 ഇൻറ്റു 10⁻³ ഇനി ε0യുടെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12. അപ്പോൾ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ആൻസർ. അപ്പോൾ അകത്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. A conducting sphere of radius 10 centimeter has an unknown charge. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടിങ് സ്ഫിയർ ഉണ്ട്. ഇതിന്റെ റേഡിയസ് എത്രയാണ്? 10 centimeter. 10 into 10⁻⁻² ആണ്. It has an unknown charge. If the electric field 20 centimeter from the center is, ഇതിന്റെ സെന്ററിൽ ഇതിന്റെ റേഡിയസ് 10 centimeter ആണ്. ഇതിന്റെ സെന്ററിൽ നിന്ന് 20 centimeter, അതായത് 20 into 10⁻⁻² ദൂരെയുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 1.5 into 10⁻³ ആണ്. റേഡിയലി ഇൻവേഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദ സ്ഫിയർ? ഇതിലെ സ്ഫിയറിലെ ചാർജ് എത്രയാണ്? നമുക്കറിയാം, വെളിയിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. 1/4πε0 എന്താണ്? Q/r² എന്നല്ലേ. ഇതല്ലേ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇയുടെ വാല്യൂ 1.5 into 10⁻³ is equal to 9 into 10⁻⁹. ക്യൂവിന്റെ വാല്യൂ എനിക്ക് അറിയില്ല. ഇവിടുത്തെ റേഡിയസ് എത്രയാ? 20 into റേഡിയസ് അല്ല, ഡിസ്റ്റൻസ് 20 into 10⁻⁻²ന്റെ സ്ക്വയർ. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് ക്യൂ ആണ്, അത് കണ്ടുപിടിക്കുക. ഓക്കെ.